പ്രതിപക്ഷ നേതാവിനെ പരമ പന്നൻ എന്ന് വിളിച്ച ഒരാളെ പിന്നെ എന്ത് പറയണം അനൂപിയാർ? പ്രതിപക്ഷ നേതാവിനെ പരമ പന്നൻ എന്ന് പറയുന്ന ഒരാളെ അനൂപിയാർ എന്താ പറയണ്ടേ? ചർച്ചയ്ക്കെടുക്കുമ്പോ നിങ്ങൾ ഒരു അവതാരകൻ, നിങ്ങൾ അവിടെ പലതും പറഞ്ഞിട്ടുണ്ട്. ഹാഷ്മി പലരും പുറോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ഹാഷ്മിയുടെ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് പറയുമ്പോൾ നാണമില്ലേ നിങ്ങൾക്ക്? എന്തേ അവരുടെ നേതാവ് വി ആർ അനൂപിന്റെ നേതാവിനെ പറ്റി ഞാൻ പറഞ്ഞു തീരട്ടെ. നാണമില്ലെന്നൊക്കെ പറഞ്ഞ ഇടപെടേണ്ടി വരില്ലേ? നാണമില്ലെന്നൊക്കെ പറയുമ്പോൾ ഇടപെടണ്ടേ? താങ്കൾക്ക് വായി തോന്നി എന്തോ പറഞ്ഞു പോവോ? ഇല്ല, താങ്കൾക്ക് വായി തോന്നി എന്തോ പറഞ്ഞു പോവോ? ഇല്ലല്ലോ, താങ്കൾക്ക് വായി തോന്നി എന്തോ പറയാൻ പറ്റത്തില്ലോ. പി ആർ ശിവശങ്കർ കുറച്ച് ബി പി ഓർക്കെ, കുറച്ച് ബി പി ഓർക്കെ. ബി പി നല്ലതല്ല പ്രായത്തിൽ. പി ആർ ശിവശങ്കർ ഇല്ല അങ്ങൊന്നും പറയണ്ട. പി ആർ ശിവശങ്കർ അവരുടെ നേതാവിനെ പരമ പന്നൻ എന്ന് പറഞ്ഞൊരു നേതാവിനെ പറ്റി അനൂപിന് എന്താ പറയണ്ടേ? ആ പരമപന്നൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. വെള്ളാപ്പള്ളിയാ പറഞ്ഞല്ല. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ വെള്ളാപ്പള്ളി ഞാനല്ല, വെള്ളാപ്പള്ളി പറഞ്ഞാ. വെള്ളാപ്പള്ളി പറഞ്ഞ പരമ, ഞാൻ പറഞ്ഞല്ല. വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പറയാൻ ഞങ്ങൾ പറഞ്ഞേ അല്ല കാര്യം. ചാനലിൽ വന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ കേക്ക്. ആഷ്മി അദ്ദേഹത്തിന്റെ മീറ്റിങ്ങിൽ അദ്ദേഹത്തെ കേൾക്കാൻ വന്നവരടുത്ത് പറയുന്നു, നിങ്ങൾ ആരോടാ പറയണേ? നിങ്ങൾ ഞങ്ങളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഒരു എന്താ പറയുക, സ്വതന്ത്ര മാധ്യമം എന്ന് പറയുന്നതിന്റെ സ്പേസ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം വിൽക്കുമ്പോൾ എനിക്ക് പുച്ഛമാണ്. കാശ്മീർ നിങ്ങൾ എത്ര ഭാഷയുടെ അടിച്ചാലും നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ ഇൻട്രോയിൽ എന്താ പറഞ്ഞേ? ബി പി കൂടി തനിക്കാണ് എന്ന് രാവിലെ കൂടെ ഉണ്ടല്ലോ. എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് ചുരുങ്ങിയ സമയത്ത് താങ്കൾ എന്തൊക്കെ വാക്കാ പറഞ്ഞു പി ആർ ശിവശങ്കർ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഹാഷ്മി എത്ര പ്രാവശ്യം അതിനകത്ത് ഇടപെട്ടെ? ഞാൻ വളരെ ശബ്ദം താഴ്ത്തിയല്ലേ പറഞ്ഞത്. എന്റെ അഭിപ്രായം എത്ര തവണയാണ് വിളിച്ചത് പി ആർ ശിവശങ്കർ? താങ്കളൊരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട വക്താവല്ലേ? എന്തൊക്കെയാ പറഞ്ഞേ? ആലോചിച്ച് നോക്ക്. നിങ്ങൾ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടിരിക്കണോ? വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. ഞാൻ ചോദിക്കട്ടെ, അനൂപ് പറഞ്ഞപ്പോ മലമ്പനി പരത്തുന്ന കൊതുകെന്ന് പറഞ്ഞപ്പോ ഹാഷ്മിയുടെ വായ എവിടെ പോയേ? പരമപന്നെന്ന് വിളിച്ചത് മറുപടിയാ പറഞ്ഞേ. വളരെ നല്ല വാക്കാണോ? പ്രതിപക്ഷ നേതാവിനെ പരമപന്നെന്ന് വിളിച്ചത് മറുപടിയാ പറഞ്ഞേ. എന്ത് മറുപടി? പ്രതിപക്ഷ നേതാവിനെ പരമപന്നൻ എന്ന് വിളിച്ചതിന് മറുപടി അനൂപ് പറഞ്ഞേ. ഞാൻ ചോദിക്കട്ടെ, അത് താങ്കളുടെ ചാനലിൽ ഒന്ന് പറയണോ? അദ്ദേഹം മൈക്കേട്ട് റോട്ടിൽ എന്ന് പറയട്ടെ. അനൂപിന്റെ സ്വാതന്ത്ര്യം എന്റെ വീട്ടിലേക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞത്. പരമപന്നൻ നാടിന്റെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാൻ വെള്ളാപ്പള്ളിക്ക് സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അനൂപ് വിയാറിന്റെ സ്വാതന്ത്ര്യമാണ് അദ്ദേഹത്തെ എന്ത് വിളിക്കണം എന്നുള്ള കാര്യം. അത് ഞാൻ ഇടപെടാൻ പറ്റുമോ? നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. പ്രിയപ്പെട്ട സുഹൃത്തെ, അദ്ദേഹം വിളിച്ചോട്ടെ. അദ്ദേഹം മൈക്ക് കെട്ടി വെച്ച് അദ്ദേഹത്തിന് ഏതെങ്കിലും സൗകര്യമുള്ള സ്ഥലത്ത് ഇത് വിളിച്ചോട്ടെ. ഇനി വെള്ളാപ്പള്ളി നടേശൻ്റെ വീടിന് മുമ്പിൽ നിന്ന് വിളിക്കാൻ തരുവാണെങ്കിൽ അതും വിളിക്കട്ടെ. എനിക്ക് ഒരു പ്രശ്നമില്ല. ചാനൽ ചർച്ചയ്ക്ക് നിങ്ങൾ വിളിച്ചു വന്നിരുത്തിയിട്ട് ഈ മാന്യമായ ഞാൻ വിശ്വസിക്കുന്ന കേട്ടോ, ഈ ടേബിളിൽ താങ്കളുടെ ഭാഷയും അതിലും വിചിത്രവും അവിവേകപരവും ഏറ്റവും അരോചകവുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹാഷ്മിയുടെ അല്ലെങ്കിൽ ഈ 24-ന്റെ ഈ ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിന് നാണക്കേടാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. രാജ്യസഭയിലേക്ക് 9 പേരുണ്ട്. അതിൽ എത്ര പേരുണ്ട് ഈഴവര്? അതിൽ എത്ര പേരാണ് ഒരു പ്രത്യേക ന്യൂനപക്ഷത്തിന്റെ ഭാഗം? ഇതെല്ലാം കണക്ക് പറയുമ്പോൾ എന്റെ ചോദ്യം പക്ഷേ താങ്കൾ മറുപടി പറഞ്ഞില്ല. എന്റെ ചോദ്യം നിങ്ങൾക്ക് മലപ്പുറത്തെ പറ്റി പറയുന്നത് ഈ പറയുന്നതൊക്കെ സൂചിക്കും. പക്ഷേ ക്രൈസ്തവർ എന്തൊക്കെയോ ഈ കുരിശിന്റെ വഴിയിൽ ക്രൈസ്തവർ എന്തോ വെട്ടി വിഴുങ്ങുന്നു എന്ന് വെള്ളാപ്പള്ളി പറയുന്ന വ്യാജം BJP ഏറ്റുപിടിക്കുന്നുണ്ടോ പി ആർ ശിവശങ്കർ? ഒറ്റ വാക്കിൽ മറുപടി പറയാമെങ്കിൽ. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഒറ്റ വാക്ക് പറയണം. ഇത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇരിക്കുന്നല്ലോ. നമ്മൾ ചർച്ച ചെയ്യാനല്ലേ ഇരിക്കുന്നത്. കുരിശിന്റെ വഴിയിൽ ക്രൈസ്തവ സഭാ നേതൃത്വം എന്തോ അനർഹമായി വെട്ടി വിഴുങ്ങുന്നു ഇത് ഈ വിശദമായി എന്ന നറേറ്റീവ് BJPയുടെ നറേറ്റീവാണോ അതോ വെള്ളാപ്പള്ളിയുടെ മാത്രം നറേറ്റീവാണോ? ഞാൻ പറഞ്ഞിട്ടെന്ന് ഞാൻ ഇതൊക്കെ പറയാൻ തന്നെയല്ലേ ഇരിക്കണേ. ഇതെല്ലാം പറഞ്ഞിട്ടേ പോവുള്ളൂ. BJPക്കും SNDP സംഘടനയ്ക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് 2 സംഘടന ഇട്ടുന്നത്. അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളിൽ ചില കാര്യങ്ങൾ ശരിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൻ്റെ കണക്കുകൾ ഞങ്ങൾ പറയുന്നു. അത് ശരിയാണെങ്കിൽ അത് അംഗീകരിക്കണം. അവർ കൂടി ഉണ്ടാക്കിയ BDS എന്നുള്ള സംഘടനയെ ഞങ്ങൾ കൂടെ നിർത്തുന്നു. ഞങ്ങൾക്ക് അവരോട് ഒരുമിച്ച് പോകാൻ ആഗ്രഹമുണ്ട്. ഇതുകൊണ്ട് ഞങ്ങൾ അവരെ പിന്തുണയ്ക്കുന്നുണ്ട് പല കാര്യത്തിലും. പക്ഷേ ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യത്തിലും അഭിപ്രായം ഒരുമിച്ചല്ല. അതുകൊണ്ടാണ് 2 സംഘടനയത്. അതുകൊണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഒരു മിനിറ്റ്
നിങ്ങൾ ഓക്കെ എന്ന് പറയുമ്പോൾ ഞാൻ നിർത്തണം. ആകെ ഇപ്പോൾ 3 പേര് ഏതാണ്ട് 4 പേരും ആ ബഹുമാനപ്പെട്ട കത്തോലിക്ക കോൺഗ്രസിൻ്റെ അച്ഛൻ മാത്രമാണ് ഒരല്പം മാന്യമായിട്ട് സംസാരിച്ചത്. ഒരു വിഭാഗത്തിനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരുമ്പോൾ ഓക്കെ എന്ന് പറയുക, എന്നിട്ട് വീണ്ടും പറയുക മാനസിക നില ഭദ്രമല്ല. മറ്റേ ആൾക്ക് ഹസ്കറിൻ്റെയൊക്കെ വർത്താനം കേൾക്കുമ്പോഴേക്കും സംഘം ഹസ്കറൊക്കെ കുറച്ചുകൂടി മാന്യമായി ഈ സഭയിലില്ലാത്ത അല്ലെങ്കിൽ ചർച്ചയിലില്ലാത്ത ആളുകളെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചൊക്കെ മാന്യത നിങ്ങൾ പാലിക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ ഞങ്ങൾക്കും മാന്യതയൊക്കെ വിടേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ താങ്കൾ ഇത്രയും നേരം മാന്യമായി സംസാരിച്ചോന്നാണോ ശ്രീ പി ആർ ശിവശങ്കർ? മാന്യതൊക്കെ വിടും, ഞാൻ അങ്ങനെയൊക്കെ എത്താമേ. ശ്രീ വി ആർ അനൂപ്, ഇവിടെ കെട്ടവാക്കെന്ന് ഞാൻ പറഞ്ഞു. അല്ല, താങ്കൾ ഇത്രയും നേരം മാന്യമായി സംസാരിച്ചോന്നാണോ താങ്കളുടെ തെറ്റിദ്ധാരണ? ഒരു കാര്യം, ഞാൻ മാന്യമായി സംസാരിക്കുന്ന ആളാണ്. നിങ്ങൾക്കൊക്കെ ഈ മറുപടിയെ പറ്റുള്ളൂ. ഛത്തീസ്ഗഡിൽ വെറുപ്പിന്റെ മതവെറിയുടെ വക്താക്കൾ നമ്മുടെ പാവ അമ്മമാരെ ഓടിച്ചിട്ട് ആക്രമിച്ചു, അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയ അവരുടെ കൂടെയുള്ളവരെ മർദ്ദിച്ചു, വാക്കുകൊണ്ട് വൃത്തികേട് പറഞ്ഞു അകത്താക്കി. ഈ നാട് ഒറ്റക്കെട്ടായി നിൽക്കും. അത് ഇന്നല്ല നാളെയാണെങ്കിലും നിൽക്കുമെന്നേ. അതിനകത്ത് ജാതി മതമൊന്നും ആരും നോക്കില്ല. നാട് തെരുവിൽ ഇറങ്ങും, അവർക്ക് വേണ്ടി ശക്തമായി വാദിക്കും, സംസാരിക്കും. അതാ മഹാൻ ഇഷ്ടപ്പെട്ടില്ല, അതൊന്നും ഭയങ്കര അപരാധമായി പോയി എന്നാ വെള്ളാപ്പള്ളി പറയുന്നത്. അങ്ങനെ ചിന്തയുള്ള ആളുടെ ചിന്ത കെട്ട ചിന്ത എന്നല്ലാതെ പിന്നെ എന്താ പറയണ്ടേ ശ്രീ പി ആർ ശിവശങ്കർ? തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം, വ്യക്തിപരമായ താല്പര്യം എല്ലാം ഈ മാധ്യമത്തിന്റെ അവതാരകൻ എന്നുള്ള ഒരു ലേബലിൽ വെച്ചുകൊണ്ട് ജനങ്ങളുടെ അഭിപ്രായം മറ്റുള്ള അവരുടെ അഭിപ്രായം സുരേഷ് ഗോപി പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അതെനിക്കറിയാം. പക്ഷേ സുരേഷ് ഗോപി ഇങ്ങനെ പറയില്ലേ, ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അതിന്റെ ഉൾപ്രേക്ഷകർക്ക് പറയാമോ? അപ്പൊ ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞ ശമ്പളം തരുന്നവന് വേണ്ടിയിട്ട് സ്വന്തം വ്യക്തിപരമായ താല്പര്യം, രാഷ്ട്രീയ താല്പര്യം ഇങ്ങനെ ഒരു 7:30 മണിക്ക് വിളിച്ചു പറയുക എന്നുള്ളത് താങ്കൾക്ക് പറ്റും. കന്യാസ്ത്രീകളെ വേട്ടയാടിയ ബജരംഗദളിനെതിരെ നാടൊറ്റക്കെട്ടായി നിന്നതിൽ വെള്ളാപ്പള്ളിക്ക് കുരുപൊട്ടി. താങ്കൾക്ക് പൊട്ടുന്നുണ്ടോ ആ കുരു പി ആർ ശിവശങ്കർ? അത് പറ, അതിന് മറുപടി പറ. അതിന് ചോദിച്ചപ്പോഴത്തേക്കാണ് താങ്കൾ സുരേഷ് ഗോപി പറയുന്നത് പോലെ അതിന്റെ ഉൾപ്രേക്ഷയിലേക്ക് അതിന്റെ ആർക്കും മനസ്സിലാത്ത എന്തൊക്കെയോ പറഞ്ഞു പോയത്. പോട്ടെ, നമ്മുടെ സമയം കഴിയണം, അതുകൊണ്ട് അത് തർക്കിയ സമയം. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഈ പണ്ട് കുട്ടികൾ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ കളിക്കുമ്പോൾ പിടിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ഈ സാറ്റ് കളിക്കുമ്പോൾ സുല്ല് എന്ന് പറയാറുണ്ട്. അതുപോലെയാണ് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ BJP വക്താക്കൾ ആരായാലും പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഫ്ലോ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അല്ലെങ്കിൽ അവതാരകർക്കെതിരെ പറഞ്ഞ ഉടനെ ഇടവേള വരും, സുല്ല് വരും. 100% ഞാൻ യോജിക്കുന്നു. ഇത് നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണെന്ന് ജനങ്ങൾ പറയുന്നത് കുറേ പരസ്യം കാണുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യാസ്ത്രീകളെ മോചിപ്പിക്കാൻ ഈ നാട് നടത്തിയ നീക്കത്തിൽ വെള്ളാപ്പള്ളിക്ക് വിദ്വേഷമുണ്ട്, BJPക്ക് ആ പ്രശ്നമുണ്ടോ? എന്റെ ചോദ്യം അതായിരുന്നു. താങ്കൾ അതിന് മറുപടി തെന്നി മാറി ഉത്തരം കിട്ടാത്ത സുല്ലിട്ട് ഏതോ വഴിക്ക് പോയത്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഒരു തെന്നിമാറിലില്ല. ഹാഷ്മി, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് BJP ഈ പ്രശ്നത്തിൽ മറ്റെല്ലാവരെയും പോലെ മുന്നിൽ നിന്ന് ഛത്തീസ്ഗഡിൽ പോയി. ഇന്നും അനൂപ് ആന്റണി അവിടെ ഡൽഹിയിലുണ്ട്, കന്യാസ്ത്രീ റിപ്പോർട്ട്. രാജീവ് ചന്ദ്രശേഖരൻ നിങ്ങൾ അവരെ മതപരിവർത്തനക്കാരാക്കി, നിങ്ങൾ അവരെ മനുഷ്യക്കടത്തുകാരാക്കി, എന്നിട്ട് അനൂപ് ആന്റണി പോയി എന്തോ ചെയ്തെന്നോ? ആഷ്മി, ഇത് നിങ്ങൾ പിടിച്ചിട്ടു ഞങ്ങൾ പിടിച്ചിട്ടു എന്നുള്ളതല്ല. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നടന്ന പോലീസുകാർ തല്ലിക്കൊല്ലുമ്പോഴും അതുപോലെ മറ്റേ ചെല്ലുമ്പോഴും എല്ലാം CPM-നെയാണോ നിങ്ങൾ കുറ്റം പറയാം? അതല്ലെങ്കിൽ ഏതെങ്കിലും പത്രപ്രവർത്തകൻ എവിടെയെങ്കിലും ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കുറെ കഥകളുണ്ട്. ആഷ്മി അത് ഉത്തരവാദിത്തം എടുക്കുമോ? എന്തൊരു ബാലിശവാദമാണ്. BJPയുടെ ഒരു പ്രധാന നേതാവ് വന്നിരുന്നു, എന്തൊരു വില കുറഞ്ഞ നിലവാരം കെട്ട ബാലിശവാദമാണ് ശിവശങ്കറെ താങ്കൾ ഉന്നയിക്കുന്നേ. നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന ഒരു നാട്ടിൽ 2 പാവം കന്യാസ്ത്രീകളെ കള്ളക്കഥ പറിച്ച് അകത്തിട്ടു. അത് ചോദിച്ചപ്പോഴേക്കും ബലാത്സംഗം ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ ഉത്തരവാദിത്തം എടുക്കുന്നത് ചോദിക്കുന്നേ. അയ്യേ, ഇങ്ങനെ നിലവാരം താഴാവോ പി ആർ ശിവശങ്കർ? BJPയുടെ അഭിപ്രായം കേൾക്കാൻ വിളിച്ചപ്പോൾ നിലവാരം നിങ്ങളുടെ നിലവാരത്തിലേക്ക് താണു. ഞാൻ എത്തി, അത് സമ്മതിച്ചു. പരമമായ നിലവാര താഴ്ചയല്ലേ ചോദ്യം? ഞാൻ ചോദിച്ചത് BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ 2 പാവം കന്യാസ്ത്രീകളെ പിടിച്ചകത്തിട്ടു എന്ന് ചോദിക്കുമ്പോൾ, അത് നിങ്ങൾക്ക് ഉത്തരവാദിത്തം ചോദിക്കുമ്പോഴേക്ക് അങ്ങ് ചോദിക്കുകയാണ് ഏതോ മാധ്യമപ്രവർത്തകർ എവിടെയെങ്കിലും ബലാത്സംഗം ചെയ്താൽ അതിന് ഉത്തരവാദിത്തം മാധ്യമപ്രവർത്തനം ഞാൻ ഏറ്റെടുക്കണമെന്ന്. കഷ്ടമല്ലേ ശിവശങ്കർ? ഇങ്ങനെ ആവാവോ? ഞാൻ പറഞ്ഞത് ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും തെറ്റുപറ്റി, അവിടെ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ സംസ്ഥാന സർക്കാരോ BJPയുടെ സംഘടനയോ അതിൻ്റെ കൂടെ നിന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു പോലീസുകാരൻ തെറ്റുവെച്ചാൽ ഞങ്ങൾ എന്തിനാണ് അതിനെ ഏറ്റെടുക്കുന്നത്? ഞങ്ങൾ ശക്തമായി പറഞ്ഞല്ലോ അത് തെറ്റാണെന്നും അത് വേണ്ട കൂടെ കൊടുക്കണമെന്നും ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റും അടക്കം. അവിടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ MP-മാർ MLA-മാരെ പോയുള്ളൂ. ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം അവിടെ പോയിരുന്നുകൊണ്ട് അതിന് ചെയ്തില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ ചോദിക്കട്ടെ, ഇതെന്തിനാണ് ഇത് നിരന്തരം പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ സ്പർദ്ധ വരുത്താൻ ശ്രമിക്കുന്നത്? അതും നിങ്ങൾ ശ്രമിക്കുമ്പോൾ അതിനൊരു തെറ്റുമില്ല അല്ലേ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്.